ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി ദൈവദാനമായി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അകവ ആറ്റിൻ്റെ അരികത്ത് വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. വിശുദ്ധ തിരുവചനത്തിലെ ഏവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ഉപവാസമാണ് എസ്രായുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശത്രുവിൻ്റെ പിടിപ്പാടിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ ചിത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണും. ഉപവാസ പ്രാർത്ഥനയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേക സംരംഭങ്ങളുടെയോ ആവശ്യങ്ങളുടെയോ വിജയങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഉപസിച്ചു പ്രാർത്ഥിക്കുന്നവർ ചുരുക്കമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പാർസി രാജാവായ അർത്തകഷ്ട രാജാവ് എസ്രയുടെ അപേക്ഷ പ്രകാരം ബാബിലോണിൽ അവശേഷിച്ചിരിക്കുന്ന പ്രവാസികൾക്ക് എസ്രായോടൊപ്പം യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ അനുവാദവും ദൈവത്തിൻ്റെ ആലയം അതിമനോഹരമാക്കുന്നതിന് വിലപ്പെട്ട സമ്മാനങ്ങളും നൽകി യാത്രയ്ക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തു. ബാബിലോണിൽ നിന്നും യെരൂശലേമിലേക്കുള്ള വഴി യാത്ര വളരെ ദുർഘടം നിറഞ്ഞതും കൊള്ളക്കാരുടെ വിരഹ കേന്ദ്രവും ആയിരുന്നു. തങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായിരിക്കുന്നു എന്ന് എസ്രാ ശാസ്ത്രി രാജാവിനോട് ഉറപ്പിച്ചു പറഞ്ഞതിനാൽ തങ്ങളുടെ യാത്രയിൽ അകമ്പടിയായി പട്ടാളങ്ങളെയും കുതിരച്ചേവകരെയും ചോദിക്കുവാൻ എസ്ര കൂട്ടാക്കിയില്ല. വഴിയിൽ പതിയിരിക്കുന്ന ശത്രുക്കളിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും തങ്ങളെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് എസ്ര ശാസ്ത്രി ഉറച്ച് വിശ്വസിച്ചു. പക്ഷെ സ്വർഗീയ സൈന്യങ്ങൾ തങ്ങൾക്ക് കാവലായി ഐക്യപ്പെടുന്നതിന് അവിടെ സാധാരണ പ്രാർത്ഥനകൾ മതിയാകുകയില്ല എന്ന് അവർ അറിയാമായിരുന്നു. അതുകൊണ്ട് അകവ ആറ്റിൻ്റെ തീരത്ത് വെച്ച് എസ്ര ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ഉപവാസത്തിന് ശേഷം സ്വർഗീയ സൈന്യത്തിൻ്റെ കാവൽ അവർക്ക് സുരക്ഷിതമായി യെരൂശലേമിൽ എത്തിച്ചേരുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതയാത്രയിലെ വെല്ലുവിളികളെയും പരീക്ഷണ ഘട്ടങ്ങളെയും ഉപവാസ പ്രാർത്ഥനകളെ നേരിടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പടയാളികളുടെ കാവൽ ആവശ്യപ്പെടാതെ ഉപവാസ പ്രാർത്ഥനയുടെ മുമ്പോട്ട് പോയ എസ്രാ ശാസ്ത്രി അസ്ത്രകാഷ് രാജാവിൻ്റെയും തന്നോടുണ്ടായിരുന്ന പ്രവാസികൾക്കും ദൈവത്തെ എങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന നിലയിലേക്ക് തങ്ങളുടെ ഉപവാസം അവിടുന്ന് ആയിമാറുവാനിടയായി മാറി. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഈ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളോടൊത്ത് വാഴുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിൽ എന്തായിരുന്നു എന്നും വരുവാൻ ലോകത്തിൽ എന്താകുന്നു എന്നും ഇനി എന്തായിത്തീരുമെന്നും വെളിപ്പെടുത്തി കൊടുത്തുന്ന ഉപവാസവും പ്രാർത്ഥനയും ഈ കാലഘട്ടങ്ങളിൽ വർദ്ധിക്കട്ടെ. കേവലം അനുഗ്രഹത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും പേരിലുള്ള ഈ ഉപവാസവും പ്രാർത്ഥനകളും മാത്രമല്ല, ജീവിത നൈരാശ്യയുടെ മുഖത്ത് നിന്നും ശത്രുവിൻ്റെ കയ്യിൽ നിന്നും പിടിക്കപ്പെടുവാൻ ആ സാഹചര്യങ്ങൾ നിരവധി ഉള്ളപ്പോൾ അതിന് നടുവിൽ രക്ഷപ്പെടുവാൻ ദൈവത്തിൻ്റെ മുഖത്തിലേക്ക് നോക്കി നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.